ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെക്സ്റ്റ് വേണ്ടി പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഒരെണ്ണം സംബന്ധിച്ച് ഒരു പാർട്ടി പേപ്പർ ഉണ്ടാക്കുവാണ്. പാർട്ടി പേപ്പർ എല്ലാവർക്കും അറിയായിരിക്കും, കടയിലൊക്കെ വാങ്ങിട്ട് 40-50 രൂപ കിട്ടും. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന പാർട്ടി പേപ്പർ ഇതും തമ്മിലുള്ള വ്യത്യാസം, നമ്മളെ പാർട്ടി പേപ്പർ എത്ര വേണമെങ്കിൽ നമുക്ക് റീഫിൽ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കടയിലെ പോലെ അല്ല, നമുക്ക് എത്ര വേണമെങ്കിലും റീഫിൽ ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കുടിച്ചിട്ട് പെപ്സിയും കൊക്കോളയുടെ ഒക്കെ കുപ്പി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഒരു 2 ലിറ്ററിൻ്റെ ഒരു കുപ്പി മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ സംഭവം കൂടിയാണ്. അപ്പോൾ ഞാൻ വെറുതെ പറയുമ്പോൾ നേരെ വീഡിയോയിലിട്ട് പോകാം. ആണ് അതിന് ആവശ്യം. അപ്പം അമ്മ ആദ്യമായിട്ട് ഒരു MC എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു ഫ്ലെക്സ് ക്യൂക്ക് എടുത്തിട്ടുണ്ട്, അതേപോലെ നമുക്കിത് PVC ഒക്കെ ഒട്ടിക്കുന്ന ഒരു പശേൻ്റെ എടുത്തത്. അപ്പോൾ ഇത് ആവശ്യമില്ല, അമ്മ ഉണ്ടായിരുന്നുകൊണ്ട് എടുത്തെന്നുള്ളൂ. അതുപോലെ ഒരു കത്രിക, അതേപോലെ ഒന്ന് കത്തി. ഫ്രണ്ട്സ്, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബോളും വന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നെക്ക് ഭാഗമാണ്. അപ്പോൾ ഇതിനെ വേണമെന്നില്ല, നമ്മളെ ബൈക്കിൻ്റെ ട്യൂബിൻ്റെ നെക്കായാലും മതി. അപ്പോൾ നമ്മളിൽ ഇത് ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് എടുത്തെന്നുള്ളൂ. ഇതിന് നല്ലത് ബൈക്കിൻ്റെ നെക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അതിന് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു 2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊക്കോളുടെ ബോട്ടിലാണ് എടുത്തത്. കൊക്കോളുടെ തന്നെ വേണമെന്നില്ല, ഏതിൻ്റെ ആയാലും മതി, 2 ലിറ്ററിൻ്റെ ആയാൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, രണ്ടാമതായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഒരു PVC ബോൾ വാൾവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് മാത്രമാണ് വാങ്ങിയത്, ബാക്കിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത്. അതേപോലെ നമുക്കിത് ഒരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഇഞ്ചിൻ്റെ 1 മീറ്റർ പൈപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ സംബന്ധം ഒരു 4 ഇഞ്ച് പൈപ്പ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എക്സോ ബ്ലേഡ് ഉള്ളവർക്ക് എക്സോ ബ്ലേഡ് എടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ എക്സോ ബ്ലേഡ് കാണാത്തതുകൊണ്ട് നമ്മൾ കത്തി വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വേഗം കഴിയും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കുക. അവരുടെ സമ്മതി ഒരു 4 ഇഞ്ച് പൈപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് MC യൂസ് ചെയ്തിട്ട് ആകുമ്പോഴത്തേക്ക് ഇവിടെ കുപ്പി ഇവിടെ കറക്റ്റ് ടൈറ്റായിട്ട് എയറൊന്നും പുറത്തേക്ക് പോകാത്ത രീതിയിൽ വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ MC യൂസ് ചെയ്ത് നമുക്കിത് വെച്ച് കൊടുക്കാം. എയറൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ തന്നെ ടൈറ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ സംബന്ധി 2 MC പാക്കറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. സംബന്ധി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് MC യൂസ് ചെയ്ത് നമുക്ക് നല്ലോണം ഇത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അവരുടെ സംബന്ധി MC-യിലൊക്കെ നല്ലോണം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തുടങ്ങാനായിട്ട് 90 മിനിറ്റാണ് അവർ പറയുന്നത്. അപ്പോൾ 90 മിനിറ്റ് കഴിഞ്ഞിട്ട് 90 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കഹിമുഴുവൻ നല്ലോണം ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, സംബന്ധി കുപ്പിയും MC-യിലൊക്കെ വെച്ച് കറക്റ്റ് ടൈറ്റ് ചെയ്തിട്ട് അപ്പോൾ 1.5 മണിക്കൂർ കൂടുതൽ ഇരുന്നിട്ടുണ്ട്. അവിടെ നല്ല രീതിയിൽ തന്നെ ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത പണി എന്ന് വെച്ചാൽ ഈ ഭാഗത്തായിട്ട് ഹോൾട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വലിപ്പത്തിലാണ് ഒരു ഹോൾട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യണോണ്ടാണ് ഇതിൻ്റെ വലിപ്പത്തിൽ ഇട്ട് കൊടുക്കുന്നത്. ബൈക്കിൻ്റെ ട്യൂബിൻ്റെ നെക്കൊക്കെ എടുക്കണോണ്ടാണെങ്കിൽ അതിൻ്റെ വലിപ്പത്തിൽ ഹോൾട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ സോൾഡർ ചെയ്യാൻ വെച്ചാണ് ഹോൾഡ് ആകാൻ പോകുന്നത്. അപ്പോൾ സോൾഡർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. സോൾഡർ ചെയ്യാൻ യൂസ് ചെയ്തവർക്ക് അറിയാം എത്രമാത്രം ചൂടുണ്ടാകും കൈമ തട്ടിയാലെന്നൊക്കെ ഉള്ളത്. അപ്പോൾ കൈമ തട്ടാണ്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ കുറച്ച് വലിയ ഹോൾ തന്നെ വേണം. അതിനായിട്ടുള്ള ഹോളായതുകൊണ്ട് തന്നെ കുറച്ച് ടൈറ്റായിട്ട് വെക്കണം. അപ്പോൾ കുറച്ച് വലിയ ഹോൾ തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സംബന്ധി ഈ ലെവലിൽ ഹോളും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് സെറ്റായിരിക്കുന്ന രീതിയിലാണ് ഹോൾ ഇട്ടെടുത്തത്. അപ്പോൾ നമുക്ക് അടുത്ത പണി എന്ന് വെച്ചാൽ ഇതിവിടെ വെച്ചിട്ട് കറക്റ്റ് ആ നമ്മളെടുത്ത് ഈ ഫേവിക്ക് യൂസ് ചെയ്തിട്ട് ഇതവിടെ ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സംബന്ധി അത് കറക്റ്റ് അവിടെ ടൈറ്റായി സെറ്റായിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മളെടുത്ത് ഫേവിക്ക് യൂസ് ചെയ്ത് നല്ലോണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. സംബന്ധി ഫേവിക്കൊക്കെ യൂസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബലത്തിന് വേണ്ടി നമ്മൾ MC-യിൽ യൂസ് ചെയ്ത് നമുക്ക് ഈ റൗണ്ടിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അവിടെ സംബന്ധി MC-യിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് ഈ റൗണ്ടിലിട്ട് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ MC-യിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ 1.5 മണിക്കൂർ കൂടുതൽ നമ്മൾ വെച്ചാൽ അതേപോലെ ഇവിടുത്തെ MC-യിലും നല്ല രീതിയിൽ തന്നെ ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പണി വെച്ചാൽ നമുക്ക് നേരത്തെ എടുത്ത വാൾവ് ഇവിടെ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പശ ഉള്ളതുകൊണ്ട് പശ വെച്ചാണ് സെറ്റ് ചെയ്യണേ. നല്ലോണം പശ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതേപോലെ രണ്ട് സൈഡിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം.
നട്ട് കറക്റ്റ് ജസ്റ്റ് ഒന്ന് നല്ലോണം അമർത്തിയോ ടൈറ്റാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തൊട്ടനോടൊന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ് നമ്മൾ വാൾവ് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ വന്ന PVC പൈപ്പും കൂടി 1 മീറ്ററിൻ്റെ ബാക്കി PVC പൈപ്പും കൂടി അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലോണം അമർത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ പണി കഴിഞ്ഞിരിക്കണം. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് കാരണം ഞാനൊന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പമ്പ് എന്തെങ്കിലും യൂസ് ചെയ്ത് ജസ്റ്റ് ഇതിൽ കൂടെ ഒന്ന് എയർ അടിച്ച് കൊടുക്കണം. ഇത് ഓഫ് ചെയ്തിട്ട് എയർ അടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഇത് ഓൺ ആക്കുമ്പോൾ ഇതിൽ കൂടെ എയർ റിലീസ് ആവണം. അപ്പോൾ അതിൽ എന്തുണ്ടാവണം അത് അതിൻ്റെ ഒപ്പം ആ പ്രഷറിൽ പോകണം. അത്രേ ഉള്ളൂ. ഫ്രണ്ട്സ് അതിനായിട്ട് നമ്മൾ കുറച്ച് വർണ്ണക്കടലാസ് അതേപോലെ ഹോളി പൗഡർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ് നമ്മൾ എടുത്ത് വർണ്ണക്കടലാസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതിലും എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓൺ ആക്കുമ്പോൾ ഇതിൽ കൂടെ റിലീസാണ് ഞാൻ കാണിച്ചു തരാം. സ്റ്റഡി അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു ഇത്രയുള്ള നമ്മളെ കുറേ ടേക്കും കാര്യങ്ങളും കിട്ടില്ല. അതേപോലെ മഴയും കാര്യങ്ങളും അതിൻ്റെ ക്ലിയറും കാര്യങ്ങളും നല്ലോണം കുറവാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായി ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എന്നെ വിളിച്ചാൽ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.